നമ്മളെ കേരളം ഓഫ് റോഡേഴ്സിന്റെ കൂടെ മൺസൂൺ റൈഡിൽ പോവുകയാണ്. നമ്മുടെ തന്നെ കോഴിക്കോണ്ടൊക്കെ പോടേണ്ട പറദീസാണ് നമ്മുടെ കക്കാടംപൊയിലെ കാണുന്നത് യാത്ര. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ നോക്കല്ലേ? സെറ്റല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഒരു കാറുണ്ട്, ഒരു ജീപ്പുണ്ട്, നമ്മുടെ ട്രാക്ക് വണ്ടിയുണ്ട്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഒരു പുകട്ടൂടൽ. ജി എന്താടാ പ്രശ്നം? ചെറിയൊരു പുക ഇപ്പൊ കാണിച്ചു തരാം. എവിടുന്നാണ്? മൊത്തം പുകയാണ്. ആകെ പുകയാണ്. ബീൻ ബാഗുമല്ലേ വണ്ടിന്റെ ബാക്കിൽ ഇരിക്കുന്ന മനുഷ്യനാണ്. ഏതാ ലെവലില് ചാടിപ്പോലെ ഇതെച്ചാല് പേരല്ല ഒരു കല്ല് കൊടുത്താൽ പോലെ. ഹൗസിംഗ് തട്ടിപ്പോയി. അങ്ങോട്ടോടി ഹൗസിംഗ് തട്ടിക്കളെ. അത് കുഴപ്പമില്ല. കല്ല് കുടിച്ചിട്ട് മുന്നോട്ട് റൈറ്റ് അങ്ങോട്ടോടി. അതെ, പൊറാട്ട എന്നൊക്കെ വരും. നമ്മുടെ പഴയകാല കൽപ്പണിക്കാരൻ ഇവിടെ കെട്ടുകെട്ടുകയെന്ന് തോന്നുന്നു. ഇവര് പൊറാട്ട തിന്നുങ്ങാനാണ് നോക്കുന്നത്. എന്നാ വെയിറ്റ് ചെയ്യണ്ട, കുറച്ച് വെയിറ്റ് ചെയ്യും. രാവിലെ വല്ല കോറിയിലും പോയിരുന്നെങ്കിൽ വൈകുന്നേരം ആകുമ്പോ നല്ല കെട്ടുകാരനാണ്, കെട്ടിക്കൊടുക്കുന്നതാണ്. നല്ല രീതിയിൽ കെട്ടിയെടുത്തിട്ടുണ്ട് ഗൈസ്. ഈ വൈപ്പർ എന്തിനാ ചേട്ടാ? മോനെ ജിയോ അതിന്റെ ഫ്രീ വീലപ്പൊക്കെ ഓക്കെ അല്ലേ? ആ നോക്ക്. നല്ല ത്രോട്ടിൽ വരണോ? നാലാളെടുത്താൽ പൊന്താതെ കല്ലുകളൊക്കെയാണ് നമ്മുടെ സ്വന്തം ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് സില്ലാണോ? സില്ലിട്ടോ? ജിയോയുടെ പ്രോഗ്രാമാണ് ഇനി കാണാൻ പോകുന്നത്.
ജിയുടെ കഴിവാണ് തെളിയാൻ പോകുന്നത്. ഹൗസിങ്ങിന് ഒരു കല്ല് അതാ ഇതാ ചേട്ടനാ ജീവിതകാലത്ത് ഇത് വീട്ടുകാർ കണ്ടാല് അടിയായിരിക്കും. അങ്ങനെ വണ്ടി നേരെ ആക്കിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്പെക്ക് പോരാ. അവിടെ ഇഞ്ചി വണ്ടി വരുന്നുണ്ട് ഗൈസ്. കോട്ടങ്ങാടിയിലെ കലാസിമാരാണെന്നും വിചാരിക്കേണ്ട. ഇത് ഓഫ് റോഡിന് പോയിട്ടേ വണ്ടി കുടുങ്ങിയിട്ട് അങ്ങ് ദൂരേന്ന് ബെഞ്ച് വെച്ചിട്ട് ഈ വണ്ടിക്ക് സെറ്റ് ചെയ്യുന്ന സംഭവമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ കൊളത്തിട്ടിട്ടുണ്ട്. ഇനി കളി ആരംഭിക്കുകയാണ്. സ്വന്തം വണ്ടിയാണ് അല്ലേ ഇതാ ചേട്ടാ? ആ ഹൗസിങ് പോയാലേ അരുണാട്ടം വലി തുടങ്ങിയിട്ടുണ്ട്. പുകവലിയല്ല, ബെഞ്ച് വെച്ചിട്ടുള്ള വലിയാണ്. സ്വന്തം ഹൗസിംഗ് പോയ മാത്രയിൽ നമ്മുടെ സ്വന്തം ജിതേഷ് കലിക്കാറ്റ്. ഹൗസിംഗ്